എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2024 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിന്റെ ഇംഗ്ലീഷ് മലയാളം പാർട്ടാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. കംപ്ലീറ്റ് ദ ക്ലോസ് suitably. If I had attended the wedding, I dash. Answer: I could have met him. A ആണ് ആൻസർ. Next question, identify the correctly spelled word from the following. Colleague. Answer C ആണ് COLLEAGUE. Next question, fill in the blank using the appropriate phrasal verb. The match has been dashed due to bad weather. Answer B, called off. Next question, use the correct tense form. He usually dash to office by bus. Goes. He usually goes to office by bus. Fill in the blank using the correct verb. The cutlery I bought yesterday dash quite expensive. Answer D is. Next question, which among the following is an adjective? Answer B, mundane. Change into passive voice. Someone has asked John to make a speech at the meeting. Answer C, John has been asked to make a speech at the meeting by someone. Pick out the word from the option which means to swear falsely. Answer A, perjure. Next question, choose the appropriate question tag. Let's go for a movie. Question tag എങ്ങനെയാ വരിക? Shall we. Next question, which among the following is a synonym of the word pensive? Synonym എന്ന് പറഞ്ഞ അർത്ഥം. Contemplative. Next question, മലയാളാണ്. ശരിയായ രൂപമേത്? ആൻസർ എ ആണ് കയ്യെഴുത്ത്. ഇങ്ങനെയാണ് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെന്മണി എന്ന പദം പിരിച്ചെഴുതുക. നെൽ പ്ലസ് മണി നെന്മണി. വ്യാകരണം അറിയുന്നവൻ എന്നതിന്റെ ഒറ്റപ്പദം ഏത്? വ്യാകരണം അറിയുന്നവൻ വൈയാകരണൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചിലർ എന്ന പദം ഏതു വചനമാണ്? ആൻസർ സി, അലിംഗ ബഹുവചനം. അലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അങ്ങനത്തെയാണ് അലിംഗ ബഹുവചനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പല്ലവപുടം വിഗ്രഹിക്കുക. ആൻസർ ഡി, പല്ലവത്തിന്റെ പുടം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമാന പദം എഴുതുക. മഞ്ഞ്. ആൻസർ ബി, പ്രാലേയം. നെക്സ്റ്റ്, മാൻ എന്ന വാക്കിന്റെ പര്യായം ഏത്? ഏണം. ഏണം, ഹരിണം, മൃഗം എന്നൊക്കെ മാനിനെയാണ് പറയുക. ചേർത്തെഴുതുക. ച പ്ലസ് ഉന്നു. അത് ഡെലീറ്റ് ചെയ്തതാണ്. ച പ്ലസ് ഉന്നു ചാവുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ വാക്യമേത്? ആൻസർ ഡി, നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സുപ്രസിദ്ധം എന്ന പദത്തിന്റെ വിപരീതമേത്? സുപ്രസിദ്ധം എന്ന് പറഞ്ഞ പ്രസിദ്ധമായത് എന്ന അർത്ഥം. നല്ലതായിട്ടുള്ള പ്രസിദ്ധം. കുപ്രസിദ്ധമാണ്
അതായത് നല്ലതല്ലാത്ത പ്രസിദ്ധം എന്നുള്ളതാണ് കുപ്രസിദ്ധം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്